വാട്സ്ആപ്പ് ബോയ്സും ഗേൾസും ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. തെറ്റ് പറ്റിപ്പോയി, മനസ്സിലാക്കൂ പ്ലീസ്. ചെറുതായിട്ട് ഈ വലിയ കേരളത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ എവിടെയും പറ്റും. ഒരു പ്രാവശ്യം അമ്മ ഓടി പോകുന്നില്ല പുറകിൽ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ ഇനി കൺസിസ്റ്റന്റ് ആയിരിക്കുമെന്ന്. 2 തെറ്റ് ആർക്കാണെന്നും പറ്റും. ഇത് ക്ഷമി. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിരിക്കുമായിരുന്നു. എൻ്റെ കാൽ ഒടിഞ്ഞ് എന്ന് ഞാൻ പറയുന്നില്ല. അതിന് എക്സ്റേ ഒക്കെ എടുത്ത്, മടിയിലൊന്നും അല്ല, ഞാൻ എക്സ്റേക്ക് പോയിരിക്കുമായിരുന്നു. എക്സ്റേക്ക് പോയിരിക്കുമായിരുന്നു. ചിലവരിങ്ങനെ അസൂയുള്ളവർ പലതും പറയും. അപ്പം ഞാൻ എന്താ അമ്മയുടെ കാര്യം നോക്കി പോ. അപ്പം ഞാൻ എക്സ്റേ ഒക്കെ എടുത്ത് എക്സ്റേ കാണിച്ചു തരാം. ഇതേണ്ട എക്സ്റേ ഉണ്ട്, നല്ല എക്സ്റേ. ഒരു ചെറിയ ഫോട്ടോ കണ്ട. ഈ 2 കാലിന്റെ ഫോട്ടോ അല്ല കേട്ടാ, ഇത് ഒരു കാല് തന്നെയാണ് 2 ആംഗിൾ എടുത്തിരിക്കുക. കണ്ടാൽ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയൊരു എന്താണ് ഈ അസൂയക്കാര്, ഒന്നും പറ്റിയിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എൻ്റെ സ്കള്ളിന്റെ കൂടി ഒരു എക്സ്റേ ചോദിച്ചു കഴിഞ്ഞാൽ തരുവാന്ന്. വെറുതെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാ. പക്ഷെ ചോദിച്ചില്ല ഞാൻ. അടുത്ത പ്രാവശ്യം നമുക്ക് ചോദിക്കാം. ഇതിന് 350 രൂപ ഉള്ളു. ഒരു ഫോട്ടോ കൂടി. പോവാമ്മ, അമ്മ കടയിൽ പോവാമ്മ. അമ്മ കടയിൽ പൊക്കോ അമ്മ കടയിൽ പോ. എൻ്റെ കാല് കൊണ്ട് ഇനി കാർ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ഡൗട്ടാണ്. എന്നുവെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. റെസ്റ്റ് എടുത്താൽ റെഡിയാണ്, ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല. ഞാൻ എപ്പോഴും നടക്കുന്നൊക്കെ ഉണ്ട്, അതാണ് ആ ഡോക്ടർ പറഞ്ഞത്. പിന്നെ തന്ന മെഡിസിൻ ഞാൻ കഴിച്ചില്ലായിരുന്നു. ഒന്ന് പെട്ടെന്ന് വാടേ, വണ്ടി എടുക്ക്. ചാവി അച്ഛൻ്റെ നിന്റെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്ക്. പെട്ടെന്ന് ആട്ടെ, അവിടെ പോയി കാർ എടുത്തോണ്ട് വരണം. പിന്നെ ഡിസൈഡ് ചെയ്യണം എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അതൊന്നും അറിയില്ല. അതൊക്കെ നമ്മള് എന്താണ് പിരിയം വെട്ടി വെച്ചിരിക്കുന്നത് 2 പ്രാവശ്യം. ഇനി ഗോവ പോകുന്നില്ല. പോകുന്നുള്ള നീ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. കാറ് ആരോടിക്കാനാ? ഓർഡർ ചെയ്യാനോ? ശരിയല്ല, ഈവൻ ഈ വണ്ടിയല്ലേ? ആ വണ്ടിയായിരുന്നു. ഈ ക്ലച്ച് എങ്ങനെ ഉണ്ട് ഇപ്പൊ? കൊള്ളാം. അവന്റെ കാർഡും കിട്ടി. കൊള്ളാം. ആ കാർഡ് കാറി വെച്ചാൽ മറന്നുപോയത്. അപ്പൊ AC റെഡിയാക്കിയ? നല്ല പൊളിയുണ്ട്. ഇതൊക്കെ നോക്കാം. ടൊമാറ്റോ കെച്ചപ്പ്, മെഗ്ഡീഡ്, ഇതൊക്കെ അതിനകത്ത് ഇപ്പഴും കിടപ്പുണ്ട്. കൊള്ളാം. ടീഷർട്ട് മാറിപ്പോയില്ലേ അവിടെ? എന്റെ ടീഷർട്ട് ഇതിനകത്ത് ഞാൻ മറ്റേ ചാലഞ്ച് വെച്ച് മറന്നായിരുന്നു. അത് ഇങ്ങോട്ട് പോയി. പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി. ഞാൻ AC നോക്കട്ടെ കണ്ടോ. AC നേരത്തെ കാട്ടി സ്ട്രോങ് ആണ്. ഇത് ഞാൻ ഗോവയിൽ കൊണ്ടുപോയപ്പോ ഇല്ലായിരുന്നു. ഗോവ കൊണ്ടുപോയപ്പോ വെറുതെ തോന്നല് മാത്രമായിരുന്നു AC-യുടെ. AC വെറുതെ തോന്നുന്നുണ്ട് എവിടെ AC ഉണ്ടെന്ന്. നീ കൊണ്ടുപോയിക്കോളൂല്ലോ. കുറച്ച് മെനക്കെടേണ്ടി വന്നു നിനക്ക് അവിടെ നിന്ന് ഇവിടെ ഇറക്കാൻ വേണ്ടി. തോന്നല് മാത്രം. ശരി, ഞാൻ സ്കൂട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയായിട്ട് അങ്ങോട്ട് വരും. ഒരു ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. ചേട്ടനെ ഇടിച്ചിടുതായിരിക്കും വഴി പോകുമ്പോൾ. ഞാൻ ബാംഗ്ലൂരിൽ ഇടം വരെ കൊണ്ടുവന്നോ, പിന്നെ കൊണ്ടുപോക്കണോ? കുഴപ്പമൊന്നും. ഞാൻ വീട്ടിലെത്തി കേട്ടാ. JMB റോഡിൽ തന്നെ അവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അച്ഛനെ വിളിക്കാം. അച്ഛൻ കിടക്കുക, അച്ഛൻ വരുമെന്ന് ചാൻസ് കുറവാണ്. നമ്മൾ വിളിച്ചിട്ട് കൊണ്ടുപോകും. എവിടെയാ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. നീ ഒറ്റയ്ക്ക് ഇവിടെ വരെ എത്തിച്ചു, അതേ വലിയ കാര്യമല്ലേ. അച്ഛനെ വിളി. അച്ഛൻ ഉറങ്ങിയിട്ട് ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചതാണ്. അച്ഛൻ ഡ്രസ്സ് ഇടും, നമുക്ക് പുറത്ത് പോയിട്ട് വരാം. പുറത്ത് പോയിട്ട് വരാം. വാ, അമ്മേനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഒന്ന് ഇറങ്ങി വരാം. അല്ലെങ്കിൽ അമ്മ പോസ്റ്റ് എടുപ്പിക്കും. അമ്മ വരത്തില്ല കേട്ടാ. എപ്പോഴും അമ്മയ്ക്ക് പുറത്തു പോകണമെന്ന് പറയും. പക്ഷെ അമ്മേനെ പുറത്തു പോകുന്ന ദിവസത്തിൽ അമ്മയ്ക്ക് തിരക്കാം. ഇപ്പം നമുക്ക് അച്ഛനെ കൊണ്ടുപോകും. പിന്നെ ഒരു ദിവസം പിന്നെ സമയം കിടക്കുമല്ലേ, അങ്ങനെ നീണ്ട് കൊണ്ടുപോകാം. അമ്മയെ ഇപ്പോൾ വിളിച്ചു കേട്ടോ. അമ്മ പറയുന്നത് എന്താണ്, 1/2 മണിക്കൂർ വരാമെന്ന്. അമ്മ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ വരാമെന്ന്. ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു ഇട്ട ഡ്രസ്സ് തന്നെ പോരെ. പറ്റത്തില്ല. എവിടെ പോവാനാ? എവിടെ പോയില്ല, നീ എവിടെ പോകുന്നു അവിടെ വരാന്ന്. കൊള്ളാം. അപ്പൊ കാശ്മീരിലോട്ട് പോകണമെങ്കിൽ കോട്ടൊക്കെ എടുക്കണ്ടേ? അപ്പൊ അവിടെ പോകാൻ 2 ദിവസം പിടിക്കും. ആ കോട്ട് മതിയാവോ തണുപ്പത്ത്? റോഡ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, എവിടെയാ പോകുന്ന അറിയത്തില്ല. പിന്നെ രാത്രി നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. ഇപ്പൊ അച്ഛനായിട്ടൊന്ന് കറങ്ങിയിട്ട് പിന്നെ അമ്മേനെ പിക്ക് ചെയ്യാൻ പോവാം. മുമ്പേ ഇരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓടിച്ചു നോക്കണം. അച്ഛനായിട്ട് ആദ്യം പോവാണ്, ഫസ്റ്റ് ടൈം. അമ്മ കടയിലോട്ടായിട്ട് നിർത്താം. പിന്നെ നമുക്ക് താക്കോല് കൊടുത്തിട്ട് വരാം. അപ്പൊ പിന്നെ അമ്മ 1/2 മണിക്കൂർ വന്നോളൂ. അപ്പനെ കൂടെ കൊണ്ടുപോകാൻ. അപ്പൊ അവൻ പോട്ടെ. അമ്മയുടെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് താക്കോൽ കൊടുത്തിട്ട് പോകുന്നു. അപ്പൊ അതെ അമ്മയ്ക്ക് അസൂയ വരും.
നമുക്ക് പറയാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും. അമ്മ കട നിൽക്കുന്നു. അമ്മ പുറത്തോട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ഫോണിൽ വിളിക്കാം. അച്ഛൻ വിളിക്കുന്നുണ്ട് അമ്മേനെ. കടയുടെ ഫ്രണ്ടിലുണ്ടെന്ന്. അമ്മ ഇപ്പൊ കാണും. ഇത് കാണുന്നില്ല ഇപ്പൊ കണ്ട്. അമ്മേനെ കൊണ്ടുപോകുന്നില്ല. അമ്മ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്നല്ലേ പറഞ്ഞ. ഷോ നിങ്ങളെല്ലാം സെറ്റ് ആയില്ലേ? ഓൾ ദ ബെസ്റ്റ്. നീ വന്നോണം. ഇനി അമ്മേനെ വിളിക്കാൻ എങ്ങാനും വന്നിട്ടുണ്ട്. അമ്മ ഡ്രസ് ചേഞ്ച് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ അമ്മയുടെ ആരെങ്കിലും വല്ല അപ്പൂപ്പനാരെങ്കിലും വരുവാ കട ക്ലോസ് ചെയ്യാൻ? ആരും വരികയില്ല. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തൊക്കെ ഇരിക്കുമല്ലോ. ഓക്കെ. എങ്ങോട്ട് പോവാ? കോട്ടയം പോയി വരുമ്പോ 5 മണിക്കൂർ എടുക്കും. അമ്മ പിന്നെ അവിടെ 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നമുക്ക് മൂന്നാറിലോട്ട് പോവാ. എന്താ ഈ രാത്രി പോയിട്ട് അവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അത് തുണി തയ്ക്കുന്നവർക്ക് കൊടുത്താ പോരെ, അവര് തയ്ച്ചോളൂല്ലേ. നമുക്ക് എന്തായാലും പിന്നെ എപ്പോഴും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവാം. അൺപ്ലാൻഡ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കടയുള്ളതുകൊണ്ട്. അച്ഛനും അമ്മേനെ കൂട്ടിയാണെങ്കിൽ ഈ ചാട്ടം മാറിയിട്ടില്ലേ? ഓരോ ക്ലച്ച് മാറുമ്പോഴേ ഒരു ചാട്ടമുണ്ട്. ആണോ? ചാടത്തില്ല. ശരി, ഇറങ്ങൂ പ്ലീസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഷുഗർ കീം എല്ലാം കുടിക്കാൻ വരാം. അത് കുടിച്ച് തിരിച്ച് വീട്ടിൽ എത്തുമ്പോ തന്നെ അമ്മ റെഡി ആയിക്കോളും. എന്റെ കാല് കാരണം അമ്മേനെ അങ്ങോട്ട് ഞാൻ ഓടിക്കാം. എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നിന്റെ പുറകിരിക്കുന്നതിനെക്കാട്ടും നല്ലത്. ഒന്നും ചെയ്യണ്ട. ഷുഗർ കീം ഇറങ്ങി ഞാൻ ഓടിക്കാം. ബ്രേക്ക് ഒന്നും പിടിക്കണ്ട. നാളെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് അപ്പുറത്ത് വരി. നീ ഓട്ടോ വരാണ്. അച്ഛൻ ചിരിക്കുന്നില്ല അകത്തിരുന്ന്. എന്റെ ഫോണിന്റെ ബാക്ക് കവർ അവിടെ വണ്ടിയുടെ അടിയത്തുണ്ടോ നോക്കിയേ. വണ്ടിക്കകത്തല്ലേ, ടെൻഷൻ അടിക്കണ്ട. ഇനി ജർക്ക് ഇല്ലാത്തൊരു ഡ്രൈവിംഗ് സ്കിൽസ് ഞാൻ കാണിച്ചു. കാല് വയ്യാഞ്ഞിട്ട് പോലും കേട്ടാ. ഒരു വട്ടം ചേർക്കാൻ മാറിക്കോണം. ഡ്രൈവിംഗ് സ്കിൽസ് ഓർമ്മയുണ്ട്. ഇപ്പൊ ഓപ്പൺ റോഡാ, ഗിയർ പോലും ചേഞ്ച് ചെയ്തില്ല. പിന്നെ എങ്ങനെ ചേർക്ക്? ഇപ്പൊ ഗിയർ പോലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാ ഒരു ചെറുക്കും ഇല്ല. ഞാൻ തേർഡിൽ എടുത്തിട്ടുണ്ടാ പോയി പാടുന്നു. സെക്കൻഡിലോട്ട് പോകും. പടി നീ എവിടെ ചെറുക്കും ഇല്ല. കണ്ടാ ഇങ്ങനെ ഓടിക്കണ്ട. ടെൻഷനെ കണ്ട ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ചെറുക്ക് വരും നോക്കിയോ. ജംഗ്ഷൻ ആയതുകൊണ്ട് പുറലോട്ട് പോകും വണ്ടി. നോക്കിയോ, മോന്റെ കൺട്രോളിൽ നിക്കത്തേ ഇല്ലതേ. കണ്ട പുറലോട്ട് പോകും നമ്മൾ. പുറലോട്ടൊന്നും പോകാനല്ല. 2 വട്ടം പോയി, അത് വേറെ കാര്യം. എന്റെ കാലൊന്നാതൊരു വേദനയുണ്ട്. മൈൻഡ് ചെയ്യാതെ ഓടിക്കണേ. ഇതെന്ത് വരുന്നു ഇപ്പൊ? എടാ അല്പം പോലും തോന്നുന്നില്ല കേട്ടാ. അമ്മ കട അടച്ചു. കട അടച്ചിട്ടിരിക്കുക. രണ്ടും അമ്മ ഫുൾ റെഡിയാ. പിക്കപ്പ് ചെയ്യട്ടെ. ഈ കുതിര ഓട്ടം നിർത്താവോ? കാറിലല്ല നമ്മള് പോകുന്നത്. നീ ജസ്റ്റ് വല്ലപ്പോഴും ഉള്ള 2 നീ ക്യാമറ ഓൺ ആക്കും. ഉള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. വല്ലപ്പോഴൊന്നും ഇല്ല. ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. 10-20 ഉണ്ട് എന്റെ. അമ്മേനെ വിളിച്ചോണ്ട് വരാനായിട്ട് നമുക്ക് പോകാം. അപ്പൊ ഇത് ഫസ്റ്റ് കാർ ട്രിപ്പാണ് ഫാമിലി ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ പറയാം നമുക്ക് മൂന്നാറിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വരാം. മൂന്നാറിൽ പോയി 3 ദിവസം നല്ല കാര്യം. എന്താ എന്റെ പ്ലാൻ ഇതൊക്കെയായിരുന്നു. നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം പറ. തൽക്കാലം പോകണ്ട കേട്ടാ. നമ്മുടെ ഇപ്പൊ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ആയിരിക്കണം. എവിടെ പോകണം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്താണ് കുലുക്കം? ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഡ്രൈവർ കൊള്ളത്തില്ല. അമ്മയല്ലേ പറഞ്ഞ എന്താ കൊടുക്കുന്ന ഡ്രൈവറാണ്. ചാടിക്കുക. കാർ എടുത്താണെന്ന് മറന്നു തോന്നുന്നു. കുതിരയുടെ പുറത്താണെന്ന് തോന്നുന്നു. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചാടി നിൽക്കാൻ വേണ്ടി ചെയ്തത്. കോട്ടയം ലുല്ലു എവിടെയെങ്കിലും പോട്ടെ. ചെറപ്പി പോയിട്ട് അവിടെ അങ്ങോട്ട് നടക്കാനാണ്. വണ്ടി കയറുമ്പോ തന്നെ ഒരു ഉന്മേഷം ഇല്ല. കിടന്ന് ഉറങ്ങുവാണല്ലേ അമ്മ. ആണാ കുതിക്കാൻ വേണ്ടി നമ്മളൊന്ന് പിന്നോട്ട് ആയി വേണം തോന്നുന്നു. പിന്നോട്ട് ഒരിക്കലും ഹാപ്പിനെസിന് പിന്നോട്ടായിരുന്ന വിഷയമില്ല. ആണാ മോട്ടിവേഷനാ. മുന്നോട്ട് തന്നെ. കയറ്റം കയറുന്ന സമയത്ത് താഴത്തോട്ട് നോക്കാം. ശരി 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 പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അശോകന് ക്ഷീണമാകാം.
ഈ അശോകൻ ഓടിക്കുന്ന അശോകന് കുറച്ച് ക്ഷീണമാണെന്ന് തോന്നുന്നു. ഈ ബസ് കുലുങ്ങിയാ പോകുന്നത്. ബസ് കുലുങ്ങി പോകുന്നു. ഞാൻ പൊക്കത്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ട് ഇന്നലെ നിന്ന് വന്നേടെ KSRTC-യില്. കണ്ട വണ്ടി അനയിക്കൊണ്ടിരിക്കുക. എത്തുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ച് എത്തിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പിളക്കിട്ട് ക്ലച്ച് ഒന്ന് പുതിയത് മാറ്റിയപ്പം എല്ലാ ബെല്ലും ബ്രേക്കും മാറി. നമ്മളിപ്പോ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് ഇനി ജസ്റ്റ് പാർക്ക് ചെയ്താൽ മാത്രം മതി. കാറും ഞാൻ ആദ്യമായിട്ട് ഈ മോളിൽ വരുന്നത് കോട്ടയത്ത് ജയിമ്പ് പാർക്ക് ചെയ്ത് കയറ്റിക്കൊണ്ട് വന്ന്. ഓ സബാഷ് പുറത്തിറങ്ങും. എന്തോ ഉറങ്ങിപ്പോയോ? ജയിമ്പിയുടെ പിന്നെ ഡ്രൈവിംഗ് സ്കിൽസ് കിടിലാണോ എന്ന് ഉറക്കൊന്നും വരത്തില്ല. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. 24-ാം തീയതി ആയതുകൊണ്ടാണ്. അപ്പൊ ആലപ്പുഴയിൽ 40 കിലോമീറ്റർ ഓടിച്ചു വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലേ? നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നത് ഫുഡ് കഴിക്കാനാമേ. ഫുഡ് കഴിക്കാനാ വന്നത്. ജയിമ്പിയുടെ പ്ലാൻ ഇവിടെ എന്തോ അൽബേക്ക് എന്ന് പറഞ്ഞ ചിക്കൻ്റെ എന്തുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ വന്നേ. അവിടെ എന്തോ എടുക്കുന്നത്? സ്പൈസി ഇൻഫ്യൂസ്ഡ്. അതാ അതെങ്കിൽ അത് 8 പീസ് എടുക്കും. അച്ഛൻ ഞങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ കിട്ടുന്ന പോലില്ല. പുറകെ നിൽക്കുന്നു. അച്ഛൻ കറങ്ങിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടി. അച്ഛൻ കലിപ്പില്ല. അമ്മക്ക് ട്രീറ്റ് ആയിരുന്നു. അമ്മ എന്ത് വേണം പറ. എന്ത് വേണം? ട്രീറ്റ്. ശരി ചെക്ക് ചെയ്യും. ഇത് വലുതൊന്നും അല്ല, ചെറുതാ. അവിടുന്ന് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കിട്ടുമല്ലോ. ക്രിസ്മസിന് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. അൽബേക്ക് അനിയൻ കുറെയൊക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ച്. കൊള്ളാമെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. വെള്ളം കിട്ടിയില്ല. വെള്ളം മേടിക്കാനല്ലേ? എന്നിട്ട് ബാക്കി ബില്ല് ചാച്ചോട് നോക്കുന്നുണ്ട്. എന്റെ കയ്യിൽ അത് മേടിക്കുമായിരുന്നു. ആണോ? എന്തിനെല്ലാം ജില്ല കടന്നു? അയ്യോ ഞാനൊരു വാപ്പിള് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാപ്പിളിന്റെ ഒരു സൺഡേ ഇഷ്ടപ്പെടാൻ അറിയില്ല. അത് എങ്ങനെയുണ്ടത്? അമ്മക്ക് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചു ഐസ്ക്രീം അവിടെ പോയി നോക്കി. അവനൊക്കെ ചോദിച്ചു ഏതാ നല്ല ഐസ്ക്രീം എന്ന്. അവന് തന്നെ ഒരു അടിസ്ഥാനമില്ല. അപ്പം ഞാൻ മേടിച്ചില്ല. JMB അടുത്ത ഓർഡറായിട്ട് വരുന്നു. ഞാൻ ഓർഡർ ചെയ്തേ, കഴിച്ചു നോക്ക്. അച്ഛൻ ഇഷ്ടപ്പെടാൻ ഡൗട്ടാണ്. ഉപ്പ് ഭയങ്കര കൊള്ളത്തില്ലേ? നല്ല ഡ്രസ്സ് വല്ലതും ഉണ്ടോ നോക്കിക്കോ. ഇവിടെ ഓൾറെഡി ഒരു ബാഗ് ഉള്ളതല്ലേ. ഈ ബാഗ് വേണം അമ്മയ്ക്ക്. പൈസ കൂടിയതുകൊണ്ട് എവിടെ വെക്കാൻ പറ്റുന്നില്ലെന്ന് അറിയത്തില്ല. അതായിരിക്കും അല്ലേ? എവിടെ വെക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛനോട് വെയിറ്റ് ചെയ്യുന്ന കണ്ട. ചെറുതായിട്ട് കലിപ്പിലാണെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. കുറച്ച് കലിപ്പിലാണോ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഡൗട്ട്. ഇത് ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക്? അമ്മയല്ലേ പറഞ്ഞപ്പോ ഇഷ്ടപ്പെടുന്നത്? എടുത്തേക്ക്. സംശയം വന്നാൽ മേടിച്ചേക്കണം. മേടിച്ചേക്ക്. നീ ഇരിക്കട്ടെ. ഇനി ആരെങ്കിലും കൊടുത്തേക്ക്. മേടിച്ചു പോയി. വീഡിയോ മനസ്സില്ല. വീഡിയോ ആണത്. നീ ഓട്ടോ എടുത്തോ? ഞാനാ. ഹായ് എനിക്ക് വയ്യ. എടുക്കുക. ഇത് അമ്മയുടെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അച്ഛനെ പോയി തപ്പണം. അച്ഛൻ ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് നിപ്പോണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. എന്തിനാ ബേബിളിയുടെ ഒക്കെ എടുത്ത് നോക്കുന്നത്? നൊസ്റ്റാൾജിയ. കണ്ടിട്ട് നല്ല വില കൂടി നൊസ്റ്റാൾജിയ ആണെന്ന് തോന്നല്ലേ? 1500 രൂപയുടെ നൊസ്റ്റാൾജിയ. 1500 രൂപ നൊസ്റ്റാൾജിയ നമുക്കൊണ്ട് താങ്ങത്തില്ല. തൽക്കാലം വെച്ചേക്കും. അത് കുഴപ്പമില്ല. ഇനിയും തോക്കാം നമുക്ക്. അത് മേടിച്ചിന് തോക്കണ്ട. എനിക്ക് സബ്സ്ക്രൈബേഴ്സും കണ്ടിരിക്കുകയാണ്. ഹായ് പറയുന്ന. ഹായ് അച്ഛൻ കലിപ്പിലായി കേട്ടാ. അച്ഛൻ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ പൂക്കള. അച്ഛന്റെ ഡ്രസ്സെ തള്ളി വിട്ടിട്ട് അമ്മ ശാന്തമാക്കിയല്ലേ? ഡ്രസ്സെ തള്ളി വിട്ട് ശാന്തമാക്കി. വീഡിയോ നിങ്ങൾ പൊട്ടെടുക്കും. അമ്മ എന്താ ചെരുപ്പ് മേടിക്കുന്ന? കൊള്ളാം. ഇവിടെ ആൾക്കാരിങ്ങനെ ഒടുക്കത്തെ പോളിംഗ് ആണല്ലോ ദൈവമേ. ആഹാരവും പോളിംഗ്, പിന്നെ ഇപ്പൊ ഒടുക്കത്തെ ഡ്രസ്സും ഷർട്ട്, പിന്നെ പിങ്ക് ഷർട്ടാ. ഉണ്ട്. നീ മേടിച്ചതാ. എന്റെ എന്തായാലും നല്ല തുക കൂട്ടിയിട്ടുണ്ട്. അതില് വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ പിങ്ക് JMB മേടിച്ചത്. ചെരുപ്പും കൂടി ഉണ്ട്. അതാ അച്ഛൻ എന്തൊക്കെ മേടിച്ചായിരുന്നു? ഞാൻ മേടിച്ചില്ല. അച്ഛനൊന്നും വാങ്ങിച്ചില്ല. ഒരു 5-6 ജോഡി വാങ്ങിച്ചു. തീരെ കുറവാണ്. അച്ഛനൊന്നും വാങ്ങിച്ചില്ല.
രണ്ട് ഷർട്ട്, ഇതൊക്കെ ഇതൊക്കെ രണ്ട് ഷർട്ട്, രണ്ട് ജീൻസ്, രണ്ട് ടീഷർട്ട്, പിന്നെ കടയിൽ വിൽക്കാൻ കൊണ്ടുപോകണം. രണ്ട് കടയിൽ വിൽക്കാൻ കൊണ്ടുപോകണം. മറ്റേ പീറ്റി പാന്റിന് എന്താ പറയുക, ട്രാക്ക് സൂട്ട്. ട്രാക്ക് സൂട്ട്. തീരെ കുറവേ എടുത്തുള്ളൂ. ഇനി എടുത്ത സോക്സ് 2 ജോഡി. 6 എടുത്തു, ഒരു പാക്കറ്റ്. അച്ഛൻ്റെ കുഴപ്പമില്ല, 6 ഒന്നാണ്. എന്തായാലും ബ്ലോഗിൽ പറയുന്ന എന്തായാലും പറ. യൂട്യൂബറാണ്. ഹായ് ഹലോ, മെരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ വന്നേയുള്ള ഇവിടെ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോവാൻ വന്നിട്ട് ഇറങ്ങുക. നിങ്ങളുടെ പേരൻസ് നോക്കുന്ന ആരാണെന്ന്. ആദ്യം കണ്ട് പർച്ചേസ് എമൗണ്ട് ഇത്രയും വില കൂടിയിട്ടില്ല. 13-14 കണ്ട് അയാൾ നല്ല കാര്യം. എൻ്റെ കയ്യിൽ കുറവായിരുന്നു ഇപ്രാവശ്യം. നമുക്ക് വീട്ടിലോട്ട് പോവാൻ. ഞാനാ ഓടിക്കുന്നത്. എന്താ? ഓക്കെ ഓക്കെ. അപ്പൊ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോവാണ്. ജെയിമിനെ റിട്ടയർ ചെയ്തു കേട്ടാ. സാധനമൊക്കെ മേടിച്ചില്ല, നിനക്ക് കിട്ടിയതില്ല സാധനമൊക്കെ. ഒരു ഷർട്ട്, 2 ഷർട്ട് മേടിച്ചു തുടങ്ങി. അത് മോന് മേടിച്ചു. മാറി മാറി ഇടല്ല. അപ്പൊ അത് കൊള്ളാം. എന്താമേ ഞാൻ ഓടിക്കും ഇപ്രാവശ്യം. ജെയിമിനെ കിടക്കുന്നതല്ല, എന്ത് സ്മൂത്ത് ഡ്രൈവിംഗാ. നമുക്ക് ഇരിക്കുന്ന ആൾക്കാർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒരു വട്ടം അല്ലടേ, ഞാൻ പല വട്ടവും ഞാൻ ഓടിക്കുന്നത്. പിന്നെയും ഞാൻ പറയും, കഴിവ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, തലകുത്തിക്കണ ആൾക്കാര്. ജയമ്പിയുടെ വയസ്സല്ല അർജുനമ്പിക്ക്. ഓ, വയസ്സ് വെച്ചാണല്ലേ വണ്ടി ഓടിക്കുന്ന സ്കിൽസ്. എനിക്ക് വയ്യ. ഒരു 3 വയസ്സ് കൂടി പോയപ്പം ഇപ്പൊ വയസ്സായി. അമ്മ എന്റെ അച്ഛൻ പാട്ട് പാടും. അച്ഛൻ പാട്ട് പാടും. ഒരു പാട്ട് പാടും പ്ലീസ്. ഒരു പാട്ട് പ്ലീസ്. സാരേ ജഹാ സെ അച്ഛാ പാട്. കുതിര അടിച്ചോ മോനെ. 2 സെക്കൻഡ് ഇപ്പൊ ഇന്ത്യയിലോട്ട് വണ്ടി തന്നാ പറയാ, നീ അടിച്ചോ. ഈ സെയിം സംഭവം ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പം വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നാൽ ആരോട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതെ, അവിടെ നൈറ്റ് കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ജെയിംബിയുടെ ചോയ്സ് അവനെവിടെ അവനില്ലേ. അപ്പം എങ്ങനെ പോകും ദൈവത്തിനറിയാം. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് തീരുവായിരുന്നു. നല്ല കാര്യം. ക്രിസ്മസ് 12 മണിയായില്ലേ? 12 മണി ആയില്ലേ? ഞാൻ പോണു. 12 മണി നമ്മൾ വീട്ടിലെത്തിക്കേണ്ട 12 മണിയായിരിക്കും. അല്ല, അത് മുമ്പ് അത് കഴിഞ്ഞ് എത്തുള്ളൂ. 12 എത്തുമ്പോ. 12 എത്ര മണിയായി? ഇപ്പം 11:45. 10 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. 10 മിനിറ്റേ ഉള്ളൂ ക്രിസ്മസിന് കേട്ടോ. അപ്പം ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു ഗൈസ് വാച്ചിങ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ ഇതിന്റെ വീട്ടിലോട്ട് ഡയറക്റ്റ് പോകും. ഹാപ്പി ക്രിസ്മസ് പറയും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.